filled with golden, perfect weekends. I could dream all night. We don't need a lot of money. I am richer with you by my side. Yeah, we live it right. I got 2 feet on the ground, head flying in the clouds. It's just the little things, all of the little things. Hands up in the sky, it's all gonna be alright. It's just the little things, all of the little things in life that make me feel alive. Oh, 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 oh. Love the little things, love the little things. Oh, 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 oh. Love the little things, love the little things. Call up old friends, laugh for hours, trade our stories, how the years slip by. Hand in your hand, strawberry jam. What a way to kiss the sun goodbye. Slow down for the tide. I got 2 feet on the ground, head flying in the clouds. It's just the little things, all of the little things. Hands up in the sky, it's all gonna be alright. It's just the little things, all of the little things in life that make me feel alive. Oh, 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 oh. Love the little things, love the little things. Oh, 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 oh. Love the little things, love the little things. I'm gonna hold you while I can. I'm gonna take the whole world in. I got 2 feet on the ground, head flying in the clouds. It's just the little things, all of the little things. Hands up in the sky, it's all gonna be alright. It's just the little things, all of the little things in life that make me feel alive. Okay, now എല്ലാവരും കൈയടിച്ചിട്ട് വെൽക്കം യു സുധ. Please come on stage. Ami, Ilya, very good. Love the little things, love the little things. സഹസ്രസോമബിംബ സമപ്രശോഭിതം ചേതോഹരം വന്ദിതം ഭുജം അരുണകിരണാവലി പൊഴിയും താരതീർത്ഥോജ്വലം വിലോലം സുന്ദരം സർവാലങ്കാര ഭൂഷിതം ആപാദചൂഡം സർവേശ്വരി ഭഗവതി തവ കോമളാംഗം സന്തതം അന്തരംഗേ വിളങ്ങിടുവാൻ അനുഗ്രഹം അരുളേണമമ്മേ ആരമേ Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad
in my heart. Congratulations and celebrations. എല്ലാവരും മമ്മിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പേഴ്സണലി പറയാൻ അവസരം കിട്ടിയോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ ചില ആൾക്കാർക്ക് കുറച്ച് സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കൊടുക്കുന്ന മമ്മിക്കായിട്ട് അവർ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഞാൻ വിളിക്കുന്നത് ശാരദ അച്ചമ്മങ്ങനാണ്. മമ്മി ശാരദ അച്ചമ്മങ്ങൽ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണ്. ഭയങ്കര എനർജറ്റിക് ആൻഡ് ഡൈനാമിക് യങ് ലേഡിയാണ്. അപ്പൊ ശാരദ അച്ചമ്മങ്ങൽ പ്ലീസ് ജസ്റ്റ് ഒരു 2 lines ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഈ വേദി ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ബാബുവിന്റെ രണ്ടാമത്തോട് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സിസ്റ്ററാണ്. എനിക്ക് 2 മിനിറ്റാണ് സമയം തന്നിട്ടുള്ളത് സംസാരിക്കാൻ. സുഖേനെ പറ്റിയിട്ട് പറയണ എനിക്ക് 2 ആഴ്ച ഉണ്ടായപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ട നാത്തൂനാണ് ഇരിക്കുന്നത്. അവരെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് നല്ല 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 കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ട്. പക്ഷെ അതിനൊന്നുള്ള വേദിയല്ല, സമയമില്ല, അതാ പറയണത്, ഒന്നും പറയണില്ല. എന്തെങ്കിലും പറയുന്ന സമയം 2 മിനിറ്റെന്ന് പറഞ്ഞാലും 3 മാസം ലണ്ടനില് ഞാൻ 2 മിനിറ്റായിരുന്നു. 3 മാസം ലണ്ടനിലൊക്കെ പിന്നെ അടിച്ചു പൊളിച്ച് ഇവിടെ വന്നിട്ട് 10 ദിവസമായിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ ഇത്രയും നല്ലൊരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത സുഖയ്ക്ക് ആശംസകൾ അഭിനന്ദനമൊക്കെ പറയേണ്ടതാണ്. അഭിനന്ദനം എന്റെ അഭിനന്ദനം സഖിന്റെ അഭിനന്ദനം ഒരു തുമ്പനം അഭിനന്ദനം എന്റെ അഭിനന്ദനം. ബാക്കിയുണ്ട് എല്ലാവർക്കും അറിയാം. കുട്ടത്തോളമായി കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അയാളുണ്ടാവാൻ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലോ ഒന്നും ഇവിടെ സമയമില്ല. ഇവിടെ കഴിഞ്ഞ കണ്ടുകൊണ്ട് കിട്ടുന്നുണ്ട്. വേഗം വരെയും ഞാൻ കൊത്തുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയാം. അതുകൊണ്ട് സുഖയ്ക്ക് സുഖയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ കണ്ടിരുന്നു പോകാറുണ്ട്. ടൂറ് പോയിട്ടും ഓരോ പരിപാടി ഇട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ പറയാൻ നിൽക്കുന്നില്ല. ഏതായാലും പിന്നെ ഭർത്താവിനോടും മക്കളോടും പേരക്കുട്ടികളോടും എല്ലാവരും കൂടി സുഖസമ്പൂർണമായ ജീവിതവും ആരോഗ്യപൂർണമായ ജീവിതവും ഭാവി ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ മംഗളാശംസകളും നേർന്നു, ആശംസകൾ നേർന്നു നിൽക്കുന്നു. നമസ്കാരം. തൃത്താലയിലാണ് വീട്. തൃത്താല പഞ്ചായത്തിലെ മെമ്പർ ഒരുപാട് വർഷം എതിരില്ലാത്ത 20 കൊല്ലം എതിരില്ലാതെ ജയിച്ചത് വളരെ അപൂർവം മെമ്പേഴ്സിൽ ഒരാളാണ്. അപ്പോൾ കണ്ടാലും പറയുന്നില്ല. അടുത്ത ഏപ്രിലാണ് 1000 പൂർണ്ണത്തിന് കാണുന്നത്. അടുത്ത ഏപ്രിൽ 2025 ഏപ്രിൽ 84 വയസ്സ്. സമ്മതിക്കുന്നില്ല ആയിട്ടില്ല. 83 മുക്കാല് 54 കൂടുതലാവും. നന്ദി, നമസ്കാരം. പൂർണ്ണം വിളിക്കുന്ന ശ്രീ വേണുഗോപാൽ ഞാൻ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. വേണുഗോപാൽ പ്ലീസ്. പെരുന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഖയെക്കുറിച്ച് 2 വാക്കുകൾ പറയാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ സുഖയെക്കുറിച്ച്, സുഖയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പാടിപ്പുകൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് നേരിട്ട് അറിവുള്ള ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞു ഞാൻ. ഇപ്പോ പാലക്കാട് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ അഗ്രഹാരങ്ങളിലെ കുടുംബങ്ങൾ, വീടുകൾ എങ്ങനെയാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വഴിയാണ്. ഒരു വീട്, അതിനടുത്തൊരു വീട്, അതിനടുത്തൊരു വീട്, അതങ്ങനെ തുടർച്ചയായി കെട്ടിക്കൊണ്ടിരിക്കും. 2 വീടുകളിലും മതിലുകൾ തമ്മിൽ ഒരേ ഇടമതിലായിരിക്കും.
അതായത് പണ്ടുള്ള ആൾക്കാർ മനുഷ്യരെ അടുത്തടുത്ത് താമസിപ്പിച്ച് അവർക്ക് മനുഷ്യർക്ക് അടുത്തടുത്ത് ഇടപഴകാനുള്ള ഒരു സന്ദർഭം സൃഷ്ടിച്ചു കൊടുത്ത പഴയ മനുഷ്യരുടെ വിശാല ഹൃദയത്തിനെ കുറിച്ചും അവരുടെ ദീർഘദൃഷ്ടിയെ കുറിച്ചും ആലോചിച്ചു. എന്നും മനുഷ്യരെ അടുത്തടുത്ത് ഇടപഴകാനുള്ള സൗകര്യം സൃഷ്ടിച്ചു കൊടുക്കുന്ന അഗ്രഹാരങ്ങളുള്ള വീടുകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ട് ഇരിക്കുക. അതുപോലെ തന്നെയാണ് സുധയുടെ സ്വഭാവം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുധയ്ക്ക് കണ്ടുമുട്ടുന്ന മനുഷ്യരെ മുഴുവൻ സന്തോഷിപ്പിച്ചിട്ടേ സുധ പിരിയും. ഒരു വ്യക്തിയായാലും വേണ്ടില്ല, ഒരു കൂട്ടമായാലും വേണ്ടില്ല, കണ്ടുമുട്ടുന്ന ആരെയിലേക്കും സന്തോഷം സുധയ്ക്ക് കഴിയുന്ന തരത്തിൽ സന്തോഷം പകർത്തിയതിനു ശേഷമേ സുധ പിരിഞ്ഞു പോകുള്ളൂ. നമ്മുടെയൊക്കെ ഈ മലയാളി കൂട്ടായ്മകളില് മണിക്കൂറുകളോളം ഒരുമിച്ചിരുന്നിട്ടും അടുത്തടുത്തിരുന്നിട്ടും മിണ്ടാതെ പിരിഞ്ഞു പോകുന്ന ഒരുപാട് കപ്പിൾസിനെ നമ്മൾ ഗൾഫിലും ഇവിടെയൊക്കെ കാണാറുണ്ട്. അത്തരം മിണ്ടാതിരിക്കുന്ന കപ്പിൾസിനെ പോലും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് താൻ അവതരിപ്പിക്കുന്ന ഗെയിംസിലേക്ക് ആകർഷിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കാഴ്ച ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാണ്, നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് സുധയെ കുറിച്ച് ഓർക്കുമ്പോൾ പഴയൊരു പാട്ടിന്റെ രണ്ടുപേരും ഓർമ്മ വരാം. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുധയുടെ മനസ്സ് എപ്പോഴും ഇത് തന്നെയാവട്ടെ. സുധയുടെ സന്തോഷങ്ങളിൽ ഞങ്ങൾക്ക് എപ്പോഴും ആനന്ദ സാഗരത്തിൽ ആറാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുധയ്ക്കും കുടുംബത്തിനും എല്ലാ നന്മകളും നിന്നിട്ടെ. നന്ദി, നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഫാമിലി എത്രത്തോളം ടാലന്റഡ് ആണ്. ചില ആൾക്കാർ പറയും നമ്മളുടെ ഫാമിലിയിൽ ടാലന്റ് കൂടിപ്പോയിരുന്നു. സിംഗേഴ്സും ഡാൻസേഴ്സും കഥാപ്രസംഗവും അങ്ങനെ കുറെ ആക്ടിങ്ങും കുറെ ടാലൻസ് ഉള്ള ആൾക്കാരാണ് നമ്മളുടെ ഫാമിലിയിൽ. അപ്പൊ നമ്മളുടെ ഒരു ഫാമിലിയുടെ ഒരു young person with an even younger person is coming on stage to have a dance performance next. So please welcome Beena and Kochmo. Yeah? Here. वक्रतुण्डमहाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणवन्दिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रतीताय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. गीतलीनाय गीताश्रयाय गीतवाद्यपटवे गीतचरिताय गायचवनाय गायकाधीनविग्रहाय गङ्गाधरगणपते गौरीस्तरुणधराय गौरीहृदयवन्दनाय
बालचन्द्राय श्रीगणेशाय धीमहि ഇതാണ് പിൽക്കാലത്തെ പ്രൈം മിനിസ്റ്റർ ചാരിറ്റി. So lucky to see. Four generations. അപ്പൊ നെക്സ്റ്റ് ഒരു സ്പീച്ചാണ്. സ്പീച്ച് എന്ന് വെച്ചാൽ മമ്മിയുടെ വൺ ഓഫ് മമ്മീസ് ഓൾഡസ്റ്റ് ഫ്രണ്ട്സ്, മമ്മിയുടെ സ്കൂൾ ടൈമിന്റെ KG ക്ലാസ്സിന്റെ ഫ്രണ്ടാണ്. അവരുടെ പേര് ജയശ്രീയാണ്. അവര് ബോസ്റ്റൺ USA നിന്ന് ഓൾ ദ വേ വന്നതാണ് സ്പെസിഫിക്കലി ഫോർ ദിസ്. ആൻഡ് ഓൾസോ ഐ തിങ്ക് വിജിലാൻഡിയും എല്ലാവരും അവരൊരു ഗ്യാങ് ആയിരുന്നു. അവരെ വിജിലാൻഡിയസ് കം ഫ്രം ബോംബെ. രണ്ടുപേർക്കും 2 lines പറയാനുണ്ട് മമ്മിയുടെ. K. Nirmala, Lenin Nagar, Thrissur, also from Bombay, Jayashree. ഒരു 3 പേര് ഞങ്ങളുടെ കല്യാണത്തിന് കല്യാണത്തിന് 3 പേരുണ്ടാകും. 38 വർഷം മുന്നേ എന്റെ കല്യാണം 1986 നടക്കുന്ന സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ടീമാണ്. ഒരു സുരേന്ദ്രൻ അവിടെ ഇരിക്കുന്നത്. അത് ഹായ് സുരേന്ദ്രൻ is there. സുരേന്ദ്രൻ, you want to come here? Just to say hi to your old friends. സുരേന്ദ്രന് പേടിയായി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞെങ്കിലും ചെയ്യണ്ടല്ലേ. സുരേന്ദ്രൻ പ്ലീസ് കം. സുരേന്ദ്രൻ ഇവരെ കൂടെ SIW സ്കൂളിൽ പഠിച്ചതാണ്. സുരേന്ദ്രനെ പറ്റി കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പാടില്ല കേട്ടോ. പബ്ലിക് മൈക്ക് ഓഫീസിലും പറയാം. സുരേന്ദ്രൻ പ്ലീസ് ജോക്കിങ്. Hello everyone, good afternoon. Friends of Sudha and family. This for എൻ്റെ പേര് ജയശ്രീയാണ്. ഐ എം ഫ്രം ബോസ്റ്റൺ. ഇത് എൻ്റെ ഫ്രണ്ട് സൂസൻ, നിർമ്മല, വിജില. And we share a 55-year-old friendship. Back from 5 years old, we have known each other. And I'm 100% sure that you all are having a great time, because let's face it, when it is Sudha's milestone birthday, it has to be automatically at the level of 100%, right? Because Sudha's celebrations are always filled with energy, fun, and maybe a little chaotic, but with all good reasons. All good reasons, right? Now, we have known Sudha since we were 5 years old, which is 55 years of friendship. And that is not just a friendship, but it's a lifetime achievement, which many of us today call BFFs. But in those days, we just used to call sticking with each other. Because we have no other choice, we just stick with each other, right? And by we, I mean all of Sudha's friends who are here today and those who are not present here today. A few of us are not here today, okay? Sudha has always been, as we all know here, a very family-oriented person. And both, does she love to cook? Okay? Back in school, we would make any excuses to go to her home to have a very super spicy mean pav bhaji. That was very popular for, okay? It was so spicy, it doubled up as a cure for a cold and a cough. Sudha was a proud backbencher, just like all of us here. We were all proud backbenchers, okay? But not because we struggled with academics or we were poor in our studies, but that was the best place to be, in the classroom. Let's face it, okay? And because while the teacher was trying to teach, we were trying to multitask by talking or eating food before lunch, so we could go out and have another round lunch number 2, okay? And those days, and what were we doing? So we can proudly say today that we spent 50% of our time in the classroom, and the 50%, let's face it, it was obviously outside the classroom. What we were trying to come up with different ideas as to how to avoid being in the class. Okay? And in college, we took our things to the next level. We mastered the art of bunking classes. While the rest of the world was busy leading a boring life study, we would go shopping, we would go for movies, and we would have some great food outside. And our only regret today, why did we not master the art of bunking classes earlier? Okay? We have done everything that good girls back then would never think of doing. Okay? But hey, that's what made it fun, right? Oh my God, I can't believe I'm accepting all these things before so many witnesses here. But at this point, who cares, right? Sudha has always been a spiritual and a great believer in God and His miracles.
And then God performed a big miracle on Sudha, and that is Unni. He performed a big miracle called Unni in her life, and then enter Unni, and guess what? Our friendship became like a super glue. He was our super glue. Okay, and then his presence made us even stronger. Our friendship bond grew stronger. And as we call it, Sudha's upgraded version or Sudha's version 2.0. Okay, today we can call him any time of the day, night, and for any reason, and he has got our backs, and we have his full support. It's like having lifetime tech support. Tech support for life. To know Sudha is to truly love her. Every one of us here is fortunate to call her not only a friend but family, because she is family. She inspires us daily, bringing out the best in all of us with her strong values and a very warm heart. We are blessed to have you, Sudha, in our lives, and grateful for a friendship that lasts a lifetime. Thank you for being just you. So here's to our very own Jadi, okay, which is what we used to always call her. There are many Sudhas, C-A-C, like that. There are a lot of Sudhas. So she was called Jadi. Wishing you a very fabulous 60th birthday, and trust me, we will all of us be here once again when you turn 80, and it will be just as wild as it is today. Thank you everyone. Has played a big role in my life too. And I should say, I've never met somebody who's so selfless. They give it all to everybody. I'm sure many people relate to it. All of you all here will say yes, Sudha and Unni are like that. Yes. They come forward. Whatever they can do, they will do for you, and they are there for you when you need them. I mean, I'm sure most of you all will raise your hand and say that. They are wonderful people. I've yet to meet a couple like them, not because Sudha is my friend, but they are the best. That's it. Yeah, I've been in touch with them only for the past few months, though I've known only very less. I happened to reach Cochin, and I never thought I would, come migrate from Mumbai to Cochin. There are two others also who are not present here. I am representing them also. They are Usha and Sri Rekha. Usha is in Australia now, and Sri Rekha is in Trivandrum. She had to go for something. So they have also sent your wishes. And though I have known them only for these few months, like Vijay said, they are a fabulous couple, and Unni is really a gem of a person. And together with Sudha, they make a brilliant couple. So I would like to say something to you. दो पल की जिंदगी है, इससे जीने का सिर्फ दो असूल है. जियो तो फूल की तरह, बिखरो तो उसकी खुशबू की तरह. Okay. And one more thing, it's a warning to you. 60 comes like like with many skills. You can laugh, you can cough, you can sneeze and pee at the same time. so take care. I will only laugh. Blessed to have both of them in our lives. Thank you very much, Sudha. Thank you so much, my dear friends, for coming here and being with me on this day. I know you guys know me in and out more than anyone here. Thank you so much for coming. Love you all. Hi everybody, good morning. I have nothing more to add because all of Sudha's friends on the right side have said all the right things. So I prefer to keep it that way. May God bless you, Sudha. Happy birthday once again. Father's cousin, but much more closer than even sisters. Usha Chamingan, please come on stage. Then, Mummy's birthday wish and story. Just a quick incident recap here. Hello. എല്ലാവർക്കും എൻ്റെ വണക്കം. ഞാൻ ബാബുവിൻ്റെ ചെറിയമ്മയുടെ മകളാണ്. ഞാനും ബാബുവും ആങ്ങളും ഡയറക്റ്റ് സിസ്റ്ററും ബ്രദറും അല്ലെങ്കിലും
ഞാൻ ബാബുവിൻ്റെ 6 സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഏത് സമയത്തും ഉണ്ടാവുന്ന ഒരാളാണ്. എൻ്റെ പേര് ഉഷ മേനോൻ എന്നാണ്. സുധയുടെ 60ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയത് അതിന് വേണ്ടിയിട്ടാണല്ലോ. സുധേനെ പറ്റി ഓർക്കുമ്പോൾ എന്നും ഞങ്ങൾ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണല്ലോ കുടുംബം. ഞങ്ങളെപ്പോഴും കൂടാറുണ്ട്, ഇമ്പം ഉണ്ടാകാറുണ്ട്, അടി കൂടാറുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ 2 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ടൂർ പോകും. ഞങ്ങൾ ഒരു 6 സിസ്റ്റേഴ്സ് സിസിലേഴ്സ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബാബു ദുബായിൽ നിന്ന് വിട്ടു വന്നപ്പോൾ ബാബു സുഖി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ഇടയ്ക്കിടയ്ക്ക് പോകും, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. 2 മാസത്തിലൊരിക്കലും ഒരു ഗെറ്റുഗദർ ഉണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ സുധേനെ പറ്റി ഓർക്കും. എന്ത് സാധനം ഇല്ലാന്ന് പറഞ്ഞാലും സുധയുടെ ബാഗിനകത്ത് ഉണ്ടാവും. മേക്കപ്പ് സാധനം വേണോ റെഡി, ഭക്ഷണം വേണോ റെഡി, മരുന്നുകൾ വേണോ റെഡി, എല്ലാം സുധയുടെ കയ്യിലുണ്ടാവും. പിന്നെ അവള് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെയും കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കുട്ടിയാണ് സുധ. ഒരു 84-ലാണ് തോന്നുന്നത്. 84-ൽ ഞങ്ങളുടെ കുടുംബത്തിൽ സുധേനെ ആദ്യമായിട്ട് കണ്ട വ്യക്തി ഞാനാണ്. ഞാൻ അബുദാബിക്ക് പോകുമ്പോൾ ബോംബെ എയർപോർട്ടിൽ ബാബു വന്നിട്ട് ബാബുവിൻ്റെ കൂടെ ഒരു കുണ്ടു പെണ്ണ് ലോങ് ഹെയറൊക്കെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നു. ഞാൻ പരിചയപ്പെടുത്തി തന്നു, സുധയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഇത് ബാബു എന്തായാലും ബാബു ഇതിനെ കല്യാണം കഴിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അത് ബാബുവിൻ്റെ ഗേൾഫ്രണ്ടാണ് തോന്നുന്നു, ബോംബെയിലാണ് നയിക്കുക. അന്ന് മുതൽ എനിക്ക് അറിയാം, ഒന്നും അറിയില്ല, പക്ഷെ വളരെ നല്ലൊരു അവളെ പരിചയപ്പെട്ടാലേ അത് മനസ്സിലാവുള്ളൂ അവളുടെ ക്യാരക്ടർ. എല്ലാവർക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാനും ഒക്കെ. പിന്നെ വേറൊരു ടാലന്റ് അവളുള്ളത്, അവൾക്ക് പല ഭാഷകളും സംസാരിക്കാൻ അറിയാം. 7 ഭാഷ സുഖ കൈകാര്യം ചെയ്യും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മറാഠി, ഗുജറാത്തി, അറബിക്. 25 കൊല്ലം 30 കൊല്ലമൊക്കെ ഞങ്ങൾ അവിടെ ഗൾഫിൽ താമസിച്ചിട്ട് ഒരു വാക്ക് പറയാൻ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ കുട്ടി നല്ല ഫ്ലുവൻ്റായിട്ട് അറബിക്ക് സംസാരിക്കും. അത് ഭയങ്കര ഒരു കഴിവാണ്. അത് എല്ലാവർക്കും ഉള്ള കഴിവല്ല. ലിംഗ്വിസ്റ്റിക് ടാലന്റ് എന്ന് പറയും, അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല. അതിനൊക്കെ നല്ല മിടുക്കത്തിയാണ് എല്ലാ കാര്യത്തിനും. വിഷ്ണുവിന് ലക്ഷ്മിയുള്ള മാതിരി ലക്ഷ്മിയാണ്. ശിവന്റെ ശക്തി പോലെ ലക്ഷ്മിയുടെ വിഷ്ണു പോലെ ബാബുവിന്റെ സുധ, ബാബുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നല്ലൊരു കപ്പിളാണ്. അത് പറയാണ്ടിരിക്കാനേ പറ്റില്ല. എന്നും മോളെ നീ ബാബുവിന്റെ ശക്തിയായിട്ടും ലക്ഷ്മിയായിട്ടും അവന്റെ കൂടെ ദീർഘായുസോടെ ദീർഘസുമംഗലിയായിട്ട് ജീവിക്കാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. Thank you, Shajamal, for a very apt summary of my mother's personality. അടുത്തതായി നമ്മൾ കുറെ സ്പീച്ച് കേട്ടു, ഇനി കുറച്ച് പാട്ട് കേൾക്കാം. ഗിരിജാന്തി പ്ലീസ്, ഒരു ഓൾറെഡി നമ്മളൊരു വണ്ടർഫുൾ പ്രെയർ സോങ് കേട്ടു. ഇപ്പൊ ഒരു നോൺ റിലീജിയസ് ആയ വേറെ പാട്ട് കേൾക്കാൻ ഗിരിജാന്തിയുടെ സ്റ്റേജിൽ.
കുറെ ആൾക്കാർക്ക് സ്റ്റേജിൽ വരാൻ സംസാരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ട്. മമ്മിയുടെ ഒരു ഫ്രണ്ട് ആണ് ദീപക് ബാലാജി. He has known Mummy for several years, maybe decades now. One of Mummy's closest friends, and he's come all the way from Chennai, and he just wants to say a few words and wish Mummy. So obviously he was a good manager because he's still in touch with that. So please. I really don't remember managing Sudha. Unmanageable. Good morning, everyone. My name is Deepak. First of all, Sudha, where are you? Sudha, you're looking gorgeous in the sun. Okay, beautiful, beautiful. So, yeah. I mean, when I was told to talk about Sudha as a colleague, frankly speaking, she was more of a family, right? I'm amazed by the number of people, she and Unni have been touching our lives, right? I think we spent 17 years, and it's like I'm a part of the family. I really feel that, and I exactly feel the kind of vibe. At work, I think we all know that Sudha has been a dynamite, right? When it comes to energy, she's like a whirlwind. With maturity and wisdom, she talks like a saint, right? And but in the drama, it's like a Bollywood movie. But what is Sudha without drama, by the way, right? She can actually tell you a grocery list like a suspense movie, right? It's like a spy thriller. I mean, you listen to her saying all that stuff. That's the most interesting aspect. At work, I think she's an amazing person. We used to call her the agony aunt, right? She used to go around solving all the problems for people on the floor. That's an amazing thing, One other thing I also want to say is about Unni, right? Unni and Sudha, they're like chai and biscuit, right? They're like made for each other, right? So I don't know who's chai, who's biscuit, but you get this, I leave it to you. But I think Unni has been a, blessing in Sudha's life, and I think the other way as well. I've never come across such an amazing couple, right? Who's absolutely authentic, who's generous, who's friendly, and the kind of really, it's easy for her to mingle and get to kind of get close with people, right? And that is coming along with authenticity is what I feel. She's an authentic empath. That's the word I was looking for, right? So basically that's it, Sudha. What else? We all love you the way you are. So please continue being the same, right? And happy 60. Thank you so much. Thank you. എൻ്റെ അമ്മൂമ്മയുടെ സൈഡ് കോടനാട് നിന്നാണ്. അപ്പോൾ എൻ്റെ കോടനാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇത് വന്നിട്ടുണ്ട്. കോടനാട് ടീം അവർ among them I'm calling Prakash Uncle. Prakash Maman, please come on stage and please say a few words for Mummy, if you don't mind. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നന്മ പറഞ്ഞ സുഖയെ സൃഷ്ടി. കാരണം അത് നന്മ പറഞ്ഞ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ് സുധ. ഈ 60 നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സർവ്വവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും സുഖയ്ക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാനില്ല, വളരെയധികം ആളുകൾ സംസാരിക്കാനുണ്ട്. സുധയെ കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛമ്മയുടെ ഓർമ്മ, കുച്ചിയമ്മ. ആ അമ്മൂമ്മയുടെ എല്ലാ സ്വഭാവവും കിട്ടിയിട്ടുള്ളത് സുധയ്ക്കാണ്. സുധ വെക്കേഷൻ നാട്ടിൽ വരുന്നെങ്കിൽ അറിയാം, അമ്മൂമ്മ ഒരാഴ്ച മുമ്പേ മുതൽ തുടങ്ങും സുധയ്ക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ ചക്ക വറുത്തത്, ഇതൊക്കെ സംഘടിപ്പിക്കാൻ. ഇതെല്ലാം സംഘടിപ്പിച്ച് കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ ഒരു ബഹളമാണ് ആ വെക്കേഷനുകളിലെല്ലാം ഇവർ വരുന്നത്. അവരടുത്ത ചങ്ങാത്തങ്ങളും എല്ലാം ഇന്നും നല്ല ഓർമ്മയുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. സുധയുടെ മനസ്സുപോലെ തന്നെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട്. കുട്ടിക്കും സുധയ്ക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ഐശ്വര്യപൂർണ്ണമായ ജീവിതം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. സകലവിധ ആയുരാരോഗ്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സുധ പ്ലീസ്.
Come on.
ധൈര്യം കുടിക്കാനുള്ളത് നമുക്കൊരു ഷാമ്പയിൻ തുറന്നിട്ട് ഞാൻ ഒരു 5 മിനിറ്റിനടക്കം നമ്മൾ സ്പിരിച്വൽ ആക്ടിവിറ്റിയിൽ അത് കിടക്കാം. അത് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഗിവ് ജസ്റ്റ് 2-3 മിനിറ്റ്സ് അത് റെഡിയാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലാട്ടോ സ്പിരിച്വൽ performance എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ due to limited time we are just quickly trying to cover as many people as possible. അപ്പം അടുത്തൊരു സിംഗിങ് പെർഫോമൻസ് ആണ്. ഇതിനെ റിക്വസ്റ്റ് സന്തോഷ് അങ്കിൾ പ്ലീസ് കം ഓൺ സ്റ്റേജ്. മിസ്റ്റർ സന്തോഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർ പൂരം ക്ലബിന്റെ മെമ്പറാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പിന്നെ തൃശ്ശൂർ അറിയപ്പെടുന്ന പാട്ടുകാരനാണ്. സ്ഥിരമായിട്ട് പാടും, ഒരുപാട് വേദികൾ പാടിയിട്ടുണ്ട്, പല പിന്നണി ഗായകരെ കൂടി പാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും, ക്ലബിൽ പാടും. സന്തോഷ്, താങ്ക് യു ഫോർ കമ്മിങ്. ഉണ്ണിയേട്ടൻ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സുധ ചേച്ചിക്ക് ഷഷ്ടിപൂർത്തി ആശംസകൾ. സുധ ചേച്ചിയെ, ഉണ്ണിയേട്ടനെയും കുടുംബത്തെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണിയേട്ടനും സുധ ചേച്ചിയോട് എനിക്ക് വളരെ കുറച്ച് നാളത്തെ പരിചയമുള്ളൂ. അതുപോലെ ഞാനൊരു NRI ആയിരുന്നു, ഫിക്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ള പരിചയപ്പെട്ടവരാണ്. പക്ഷെ ആ ഒരു കഴിഞ്ഞ 2 വർഷത്തെ പരിചയം ഒരു 25 വർഷത്തെ പരിചയം പോലെ ആക്കാനുള്ള ഒരു കഴിവ് ഉണ്ണിയേട്ടനും സുധ ചേച്ചിക്കുണ്ട്. അപ്പോൾ സുധ ചേച്ചി, ഉണ്ണിയേട്ടൻ, താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. This is Deepa. This is Miri. Maya, look at Radha, Usha, Anita, Radhika, Girija, Priya. Indra. These are my dear friends from my NRI ladies, with whom after retirement I am spending quite a few time with them. So I thank each one of you for coming and being a part of my celebration. Thank you. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഞങ്ങളുടെ NRI പൂരം ഗ്യാങ്ങിനെ കൂടി വിളിക്കാം. പ്രിയ സഖേ ജന്മദിനമിതം ചന്ദനോദുരേ സർവദാന്തം പ്രാർത്ഥയാമഹേ ഭവശതായുഷീ ഈശ്വര സദാ ത്വാം ച രക്ഷതു ജന്മദിനമിതം ഐ പ്രിയ സഖേ ജന്മദിനമിതം. ഞാൻ ഇതുവരെ പാടാത്തത് ഭയങ്കര സങ്കടമാണ്. ഏതായാലും 2 പേര് പാട്ട് പാടുന്നത് ഒരു പറക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. बार बार फिर एक दिन आए, बार बार दिन आए, तुम जियो हजारों साल. Harzu, happy birthday to you, happy birthday to you, happy birthday.
Sunita, dear Sudha, happy birthday to you. ഇതെന്റെ പൂരം NRI ഫ്രണ്ട്സ് ആണ്. ഓരോരുത്തരും പരിചയപ്പെടും. അനിത, ബിനു, ദുർഗ, ബിന്ദു, സുവൺ, മേഘ. So that song, I am dedicating this song both to Sudha Chechi and Unniyetan because വേണുവേട്ടൻ ഇവിടെ പറഞ്ഞ പാലക്കാടും അൽപ്പാത്തി രഥോത്സവവും അഗ്രഹാരവും ഒക്കെ കൂടി നിങ്ങളുടെ വേഷവിധാനങ്ങളെ കണ്ടപ്പോൾ തോന്നിയ പാട്ടാണിത്. സോ വിച്ച് ഈസ് എ ഡ്യുവൽ സോങ് ബട്ട് ഐ ആം സിംഗിങ് ഇറ്റ് അലോൺ. Oh
മലമഞ്ചൽ കൊണ്ടുപോകും മലമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകും ഞങ്ങളെയാ മാറ്റുവട്ടിൽ മലമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകും ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील सी नीली आंखें, कोई राज है इनमें गहरा। ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील सी नीली आंखें, कोई राज है इनमें गहरा। तारीफ करूं क्या उसकी जिसने तुम्हें बनाया, तारीफ करूं क्या उसकी जिसने तुम्हें बनाया। एक चीज कयामत भी है, लोगों से सुना करते थे, तुम्हें देख के मैंने माना, वो ठीक कहा करते थे, वो ठीक कहा करते थे। है चाल में तेरी जालिम कुछ ऐसी बला का जादू, 100 बार संभाला दिल को पर हो के रहा बेकाबू। तारीफ करूं क्या उसकी जिसने तुम्हें बनाया, तारीफ करूं क्या उसकी जिसने तुम्हें बनाया। ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा,
क्या उसकी जिसने तुम्हें बनाया, तारीफ करूं क्या उसकी जिसने तुम्हें बनाया, तारीफ करूं क्या उसकी जिसने तुम्हें बनाया, तारीफ करूं क्या उसकी जिसने तुम्हें बनाया, जिसने तुम्हें बनाया, जिसने तुम्हें बनाया।
Turn 60, but age is just a number, and some people are youthful and energetic. Friends are defying that 60 is the new 40. വാക്കുരുവികളെ വരുകുയിലുകളെ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാൻ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ രാഗം മംഗളരാഗം രാഗത്തിലായിരം ഗാനം ഗാനം സംഗമഗാനം ഗാനത്തിനായിരം വർണ്ണം ഏഴല്ല നിറമതിനേഴല്ല എഴുപതല്ല നൂറ് നൂറ് വർണ്ണമഴ വില്ലുകൾ വിരിഞ്ഞൊരഴക ചുവടുവച്ചു പാടാം ആ ഗാനം മനസ്സ് കൊണ്ട് നേരാം ആശംസ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ച